ഇന്ന് ക്രിസ്മസ്. ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങളും സന്തോഷപൂർവ്വം ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഒരു യുഗത്തെ തന്നെ 2 ഏടുകളായി BC-യും AD-യുമായി തരംതിരിച്ച് ദൈവപുത്രൻ്റെ തിരുപ്പിറവി ദിനം. ഈ ദിവസത്തിൽ നമ്മോടൊപ്പം ഒരു വിശിഷ്ട അതിഥിയുണ്ട്. നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ബസിലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവ. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് കാർഡ്സ്, അങ്ങനെ പലതും. തിരുമേനിയുടെ ഓർമ്മയിലുള്ള ഏറ്റവും മധുരമുള്ള ക്രിസ്മസ് അതൊന്ന് നമുക്ക് വേണ്ടി ഷെയർ ചെയ്യാം. ക്രിസ്മസിൻ്റെ പല ഘടകങ്ങളാണ് ക്രിസ്മസിനെ അതിൻ്റെ ആഘോഷത്തിലും ആചരണത്തിലും ഒരുമിച്ച് നിർത്തുന്നത്. കൊച്ചുകുട്ടികളുടെ ഒരു തലം, മുതിർന്നവരുടെ തലം, യുവതി യുവാക്കളുടെ തലം, ഇനി ഈ ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവരുടെ ഒരു തലം, എല്ലാ കുടുംബങ്ങളുടെയും ഒരു തലം, വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ. എൻ്റെ ബാല്യത്തിലെ ഏറ്റവും വളരെ ആനന്ദകരമായ ഒരു ക്രിസ്മസിൻ്റെ അനുഭവം എന്ന് പറയുന്നത് അവധിക്കാലമാണ്. വീട്ടിൽ എൻ്റെ സഹോദരങ്ങളെല്ലാം അവധിക്ക് വരുന്ന സമയമാണ്. അവർ ജോലിയിൽ നിന്ന് 1 മാസത്തെ അവധിക്ക് വരും. അപ്പോൾ വീട്ടിൽ വലിയ ആഹ്ലാദമാണ്. ഞങ്ങൾ 7 മക്കളുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്ന ഒരു വലിയ ദിവസമാണ് ഈ ക്രിസ്മസ്. അത് ചെറുപ്പത്തിലാകുമ്പോൾ ഒരു ക്രിസ്മസ് കാർഡ് വരുന്നതിന് ആകാംക്ഷയോടെ കാത്തിരിക്കും. അത് ആ ക്രിസ്മസ് കാർഡ് വാങ്ങിച്ച് പൊട്ടിച്ച് ഇതാരയച്ചു എന്നൊക്കെ അതിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ, ഇതൊക്കെ വളരെ മനസ്സിന് വലിയ ഒരു ഊഷ്മളത, ഒരു ഹൃദയബന്ധം തരുന്ന ഒരു അനുഭവമാണ്. അതോടൊപ്പം തീർച്ചയായിട്ടും പള്ളിയിലെ കാരൽ സർവീസ്, വീടുകൾ തോറും ക്രിസ്മസിൻ്റെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് പോകുന്ന ഒരു പതിവ് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ആയ കാലം മുതൽ ഒരിക്കൽ പോലും അത് മുടങ്ങിയിട്ടില്ല. ഞാൻ എല്ലാ വർഷവും കരോളിൻ്റെ കൂടെ പോകുമായിരുന്നു. വൈദിക വിദ്യാർത്ഥിയായിട്ട് പഠിക്കുമ്പോഴും പോകുമായിരുന്നു. വൈദികനായിരുന്നപ്പോൾ ഇടവകയിലെ ജനങ്ങളോട് ചേർന്നും പോകുമായിരുന്നു. വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. ഈ ക്രിസ്മസിൻ്റെ പള്ളിയിലെ ശുശ്രൂഷകൾ തീർച്ചയായിട്ടും മനസ്സിൽ വലിയ ഒരു ഓർമ്മ നൽകുന്നു. ദിവ്യ ശിശു ജനിച്ചതിനെക്കുറിച്ച് പരാമർശിക്കുന്ന വചന പ്രഘോഷണം, പള്ളിയിലെ പ്രത്യേക ആരാധന, ദൈവാലയത്തിൻ്റെ പുറത്തുകൂടിയുള്ള പ്രദക്ഷിണം, ഇനി അന്നത്തെ വളരെ മനോഹരമായിട്ടുള്ള ദീപകാഴ്ചകൾ, ഇതെല്ലാം മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അതുമാത്രമല്ല, എല്ലാവരോടും ഒരു സന്തോഷ ആശംസ പറയുന്ന ഒരു ദിനമാണ്. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ ഒരുമിച്ച് കൂടുമെങ്കിലും ക്രിസ്മസിന് കാണുമ്പോൾ ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു ആശംസയുണ്ട്. അത് ഒരു സ്വാഭാവികമായ നന്മയിൽ നിന്ന് വരുന്ന ഒരു ആശംസയാണ്. ഗ്രാമത്തിലെ ജനങ്ങളും അന്ന് ഹാപ്പി ക്രിസ്മസ് പറയും. അപ്പോൾ അതൊരു ഭാഷയ്ക്കും അപ്പുറത്തുള്ള ഒരു ഹൃദയത്തിൻ്റെ കൈമാറ്റമായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ നന്മയുടെ അംശം മറ്റുള്ളവരിൽ നിന്നും മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുന്ന ഒരു ചെറിയ സൂചനയായിട്ടുള്ള കർമ്മമാണെങ്കിലും വലിയ അർത്ഥമുണ്ട്. അപ്പോൾ ക്രിസ്മസ് ബാല്യകാലത്ത് തന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. പരിചയമുള്ള, ബന്ധമുള്ള എല്ലാവർക്കും ക്രിസ്മസ് കാർഡ് അയക്കുകയും അവരുടെ കാർഡ് നോക്കിയിരിക്കുകയും ചെയ്യുന്ന വലിയ ഒരു പ്രത്യാശയും സന്തോഷമൊക്കെ നിറഞ്ഞ ഒരു ക്രിസ്മസാണ്. ആ ക്രിസ്മസിൻ്റെ ഒരു നല്ല ഓർമ്മയിലാണ് പിന്നീട് അങ്ങോട്ട് ഞാൻ എൻ്റെ പഠന സമയത്തും വിദേശത്ത് പഠിക്കുന്ന സമയത്തും ഒക്കെയുള്ള ഓർമ്മ കുറച്ചുകൂടി അതിന് പ്രായം കൂടുന്നത്. അതിൽ വളരെ ഹൃദ്യമായ ഒരു പശ്ചാത്തലമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുക. പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ക്രിസ്മസ് ആഘോഷവും ഇപ്പോഴത്തെ ക്രിസ്മസ് ആഘോഷവും തമ്മിൽ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ, എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ ഇന്നത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക്? അതിന് വ്യത്യാസമില്ലാത്തത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് പള്ളിയിലെ ആ ശുശ്രൂഷയ്ക്ക് മാത്രമേ ഉള്ളൂ. കാർഡുകൾ, ക്രിസ്മസ് കാർഡുകളുടെ അതിലെല്ലാം വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാം ഇൻ്റർനെറ്റിൽ ഈ കാർഡുകളാണ് നമ്മൾ കൂടുതൽ സെൻഡ് ചെയ്യുന്നത്. ഈ നമ്മൾ ഒരാളുടെ മേൽവിലാസം കൈകൊണ്ട് എഴുതി അതിൽ കാർഡിൽ 2-3 വാക്കുകൾ ചേർത്ത് നമ്മളുടെ ഒപ്പുവെച്ച് അത് നമ്മൾ തന്നെ ഒട്ടിച്ച് അയക്കുമ്പോൾ അതിലുള്ള ഒരു ബന്ധം പുതിയ സാങ്കേതിക വിദ്യയാണ്. തീർച്ചയായിട്ടും അതിനെ മാറ്റിവെക്കുവാനാവില്ല. എങ്കിലും ഈ ഇമെയിൽ കാർഡിന് അത്രയും ഹൃദ്യതയുണ്ട് എന്ന് വിശ്വസിക്കുവാൻ ഇനിയും സമയം ആയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ബോധ്യം.
അതുകൊണ്ട് തന്നെ കഴിവുള്ളവർക്കെല്ലാം കാർഡ് അയക്കാനാണ് എനിക്ക് താല്പര്യം. ഇമെയിലിൽ വരുന്ന കാർഡ് ഞാൻ വായിക്കും, പക്ഷേ മറുപടി ഞാൻ സാധിക്കുമെങ്കിൽ കാർഡ് വഴിയാണ് അയക്കാൻ ശ്രമിക്കുക. സമയക്കുറവിനെ കുറിച്ച് മനുഷ്യർ പറയുന്നെങ്കിലും ഇത്രയും സമയമേ എടുക്കുകയുള്ളൂ ഒരാൾക്ക് വ്യക്തിപരമായി കാർഡ് എഴുതി പോസ്റ്റ് ചെയ്യാൻ. പക്ഷേ നമ്മൾ കാർഡ് വാങ്ങിച്ച് എഴുതി അഡ്രസ്സ് എഴുതി അയക്കുന്ന ഒരു ക്രിസ്മസ് കാർഡിന് ക്രിസ്മസിനോളം തന്നെ സന്ദേശമുണ്ട്. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ നിങ്ങളുടെ സ്നേഹത്തിൽ പങ്കാളിയാണ്, നിങ്ങളെ കരുതുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ബന്ധമാണ് ഈ ക്രിസ്മസ് കാർഡിന്റെ ആ ഒരു സന്ദേശത്തിലൂടെ പോകും. അതെ, ഒരു ഒത്തൊരുമയുടെ ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് ശരിക്കും ക്രിസ്മസ് എന്ന് പറയാം. അപ്പോൾ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുകൂടുകയും എല്ലാവരും നല്ലപോലെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ പാവപ്പെട്ടവനും അതുപോലെ ധനികനും ഒരേപോലെ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റണം എന്നില്ല. എന്നാൽ ധനികൻ്റെ കൂടുതൽ കാശുള്ളപ്പോൾ അവൻ ചിലപ്പോൾ ദൂർത്ത് ചെയ്തെന്നും ഇരിക്കാം. അപ്പം ഇന്ന് അമിതമായി കാശ് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നില്ലേ? ഞാനിപ്പോൾ കാണുന്ന ഒരു വലിയ ഒരു പ്രത്യേകത, അതിൻ്റെ ഒരു നന്മ, ഈ മതം എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തിനപ്പുറത്ത് ക്രിസ്മസ് വിളക്കുകൾ മിക്കവാറും എല്ലാ വീടുകളിലും, അതൊരു വലിയ ഒരു ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വളർച്ചയുടെ അടയാളമാണ്. ക്രിസ്ത്യാനി അല്ലാത്ത ആളുകൾ ഈ ക്രിസ്മസ് വിളക്ക് തൂക്കുന്നത് വഴി ആരും മതപരിവർത്തനം ചെയ്യപ്പെടുന്നില്ല, അവരുടെ വിശ്വാസം ഉപേക്ഷിക്കുന്നില്ല. പക്ഷേ ഇത് നമ്മളുടെ ഒരു പൊതുബന്ധത്തിൻ്റെ അടയാളമായി ഈ ക്രിസ്മസ് കാലം വന്നിരിക്കുകയാണ്. ഇവിടെ പാവപ്പെട്ട ആളുകളും ധനികരായ ആളുകളും ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലുള്ളവരും അവർ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. അതിൻ്റെ ആഘോഷങ്ങളുടെ അർത്ഥത്തിലും തലങ്ങളിലും വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഈ അർത്ഥതലത്ത് തന്നെ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ക്രിസ്മസ് ആത്യന്തികമായി എന്തിനെയാണ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരിക? യേശുക്രിസ്തു ജനിച്ചിരിക്കുന്നു, നിങ്ങൾ അനാഥരല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ധൈര്യമായിരിക്കുവിൻ, ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു അവതാര രഹസ്യം, അവതാരത്തിൻ്റെ സന്ദേശം, ഇത് മനസ്സിലാക്കിയുള്ള ആഘോഷങ്ങൾ എന്തെല്ലാമാണ്, എന്തെല്ലാമല്ല എന്ന് നാം തിരിച്ചറിയണം. ഇന്ന് ധൂർത്ത് ഇതിൻ്റെ പേരിൽ നടക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പേരിലാകാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ ദിവ്യ ശിശു ജനിച്ചു എന്ന് പറയുന്നത് വഴി മദ്യപാനത്തിന് പ്രോത്സാഹനം നൽകുന്ന ഒരു ക്രിസ്മസ് യേശുക്രിസ്തു ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇല്ല. ഇനിയും ഈ ബാറുകളുടെ മുമ്പിൽ ക്രിസ്മസ് വിളക്ക് തൂക്കാൻ സാധിക്കുമോ? അത് വിരോധാഭാസമാണ്. കാരണം മനുഷ്യജീവിതത്തിൻ്റെ ബുദ്ധിയും സ്ഥിരതയും ആരോഗ്യവും മനസ്സിൻ്റെ നന്മയും എല്ലാം കളയുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷം. അപ്പോൾ എല്ലാ തലങ്ങളിലും ക്രിസ്മസിൻ്റെ ആഘോഷമുണ്ടെന്ന് പറയുമ്പോൾ വേർതിരിച്ച് കാണുവാനുള്ള ഒരു ബുദ്ധി, അതായത് ഒരു കൊമേഴ്ഷ്യലൈസ്ഡ് ക്രിസ്മസ് ആഘോഷവും സ്വാഭാവിക നന്മ ഉളവാക്കുന്ന ക്രിസ്മസ് ആഘോഷവും തമ്മിൽ തിരിച്ചു കാണുവാനുള്ള വിവേകവും വിജ്ഞാനവും നമുക്കിന്ന് ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് യേശുക്രിസ്തു ജനിച്ചപ്പോൾ സ്വർഗീയ മാലാഖമാരുടെ വൃന്ദം പാവപ്പെട്ട ഇടയരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഒരു സന്തോഷ വാർത്ത, സർവ്വജനങ്ങൾക്കുമുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനം ഒരു പ്രദേശത്തിനോ ഒരു മതത്തിനോ ഒരു തലമുറയ്ക്കോ അല്ല, സർവ്വ ജനങ്ങൾക്കും സകല ചരാചരങ്ങൾക്കുമുള്ള ഒരു സന്തോഷ വാർത്തയാണ്. അപ്പം ഇത് വിശാലമായി കാണുന്നതിന് കഴിയണം, പരിമിതമാകാതെ സൂക്ഷിക്കണം. എല്ലാവർക്കും ആഘോഷിക്കുവാനുള്ള ഒരു സന്ദർഭമാണ് ഒരു ദിവ്യരക്ഷകൻ എന്നുള്ള നില. പലപ്പോഴും നമുക്കൊരു കോൺട്രവേഴ്സ്യലായിട്ട് വരുന്ന ഒരു കാര്യമാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൈസ്റ്റ് മാസ് എന്നാണ് നമ്മൾ പറയുക. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റിൻ്റെ മാസ് എന്നാണ് പറയുക. പക്ഷേ പലപ്പോഴും നമ്മൾ ഒരു ക്വസ്റ്റ്യൻ റൈസ് ചെയ്യുന്നത് ബൈബിൾ ക്രിസ്തുവിൻ്റെ ജനന തീയതി പ്രതിപാദിച്ചിട്ടില്ല എന്ന് പലരും എടുത്തു പറയാറുണ്ട്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ ശരിക്കും? യേശുക്രിസ്തുവിൻ്റെ ജനനവും യേശുക്രിസ്തുവിൻ്റെ മാമോദീസായും യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണവും യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനവും തീയതി സഹിതം ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല.
അതിൻ്റെ അർത്ഥം ഇതൊന്നും സംഭവിച്ചില്ല എന്നല്ല. നമുക്കറിയാവുന്നതുപോലെ ചരിത്രത്തെ രണ്ടായിട്ട് തിരിക്കുന്നതും ഈ യേശു ക്രിസ്തുവിന്റെ വരവാണ്. അത് സാർവലൗകികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് യേശു ക്രിസ്തുവിന്റെ ജനനം. ഇനി അതുമായി ബന്ധപ്പെട്ട പല ഐതിഹ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട പല ഐതിഹ്യങ്ങൾ സൂര്യദേവന്റെയും അതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഉള്ള കാര്യം, ചരിത്രത്തിലെ ഒരു മുഹൂർത്തത്തിൽ യേശു ക്രിസ്തു ജനിച്ചു. അത് ഡിസംബർ 25 എന്ന തീയതിക്ക് വ്യത്യാസമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു അന്വേഷണത്തിന് അപ്പുറത്ത് ഇത് ദൈവ പദ്ധതി, ഈശ്വര നിയോഗം, മനുഷ്യനെക്കുറിച്ചുള്ള ഈശ്വരൻ്റെ ആ വലിയ സംരക്ഷിക്കുന്ന പദ്ധതി, അതിൽ മനുഷ്യനായി ദൈവം അവതരിക്കുവാൻ മനസ്സാകുന്നു. ഒരു മനുഷ്യപുത്രിയിൽ നിന്ന് ദൈവപുത്രൻ ജനിക്കുന്നു. അതും വളരെ നിസ്സാരമായ ഒരു പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ ദിവ്യമായ ഒരു സന്ദേശം. അപ്പോൾ ഈ കാലിക്കൂട്ടിൽ പിറന്ന ദിവ്യരക്ഷകൻ്റെ ജനനം അറിയിക്കുന്നതിന് ഈ കാലിക്കൂടിൻ്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന ദിവ്യ നക്ഷത്രം, ഇതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഇതിൻ്റെ ഒരു മുഹൂർത്തമോ ഒരു നാഴികയോ ഒരു തീയതിയോ എന്നതിനപ്പുറത്ത് ഒരു ദിവ്യ നക്ഷത്രം ഉദിച്ചു നിൽക്കുന്നു. വിജ്ഞാനികൾ അത് മനസ്സിലാക്കി ഇത് പ്രത്യേകതയുള്ള നക്ഷത്രമാണ്. അതുകൊണ്ട് ഇതെവിടെ, അങ്ങനെയാണ് ഇടയന്മാർക്കും ഈ ജ്ഞാനികൾക്കും അറിയിപ്പ് കൊടുത്തത്. നിങ്ങൾക്ക് മുമ്പ് ഈ നക്ഷത്രം നീങ്ങും, അതെവിടെ നിൽക്കുന്നുവോ അവിടെ നിങ്ങൾ ശിശുവിനെ കാണും, ദിവ്യ ശിശുവിനെ കാണും. അപ്പോൾ ഈ ദിവ്യ നക്ഷത്രം എന്നുള്ള നമ്മളുടെ ഈ ഒരു വളരെ മനോഹരമായ ഈ ഒരു പ്രോഗ്രാം അതിദൈവികമായ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്നതിനുള്ള ഒരു പ്രചോദനമായിട്ട് നിൽക്കുകയാണ്. നമ്മൾ കാണുന്ന കാഴ്ചയുടെ അപ്പുറത്ത് ഉൾക്കാഴ്ചയിലേക്ക് വരുവാനുള്ള ഒരു പ്രകാശം നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ യുഗത്തെ രണ്ടായി തിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ആ ഒരു ജനനം, അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്, ഏറ്റവും സംഗതമായത്. ഇത് എന്തിന് സംഭവിച്ചു എന്നുള്ളതാണ്. അതെ, വേറൊരു കാര്യമാണ് ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ ക്രിസ്മസ് ട്രീസ്. അപ്പോൾ സ്കാൻഡിനേവിയൻ കൾച്ചറിൽ നിന്നാണ് ക്രിസ്മസ് ട്രീ വന്നു എന്നാണ് നമ്മൾ പലപ്പോഴും പറയുക. ശരിക്കും അതിൻ്റെ ശരിക്കുമുള്ള ഹിസ്റ്ററി എന്താണ്? അതിന് ഈ ദൈവശാസ്ത്രപരമായി അല്ലെങ്കിൽ വേദപുസ്തകപരമായി മറ്റ് ഒരു അടയാളവും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇക്കാര്യത്തിൽ എൻ്റെ അറിവ് വളരെ കുറവാണ്. ഒരു സെലിബ്രേറ്റീവ് മൂഡുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലെ തണുപ്പ് കാലത്താണ് ഇത് ആഘോഷിക്കുക. അപ്പോൾ വളരെ ഡിപ്രസിംഗ് ആയിട്ടുള്ള ഒരു കാലമാണ്. അതായത് ഈ മരങ്ങളുടെ ഇലകളൊക്കെ കൊഴിഞ്ഞു നിൽക്കുന്നു, പ്രകാശമില്ല, പുറത്ത് അധികം അങ്ങനെ തുറന്ന് സഞ്ചരിക്കാൻ സാധിക്കില്ല. അപ്പോൾ പ്രത്യേകിച്ച് സ്വാഭാവികമായി ഒരു പ്രകാശം, ഒരു സൂര്യോദയം, ഒരു ദീപക്കാഴ്ചകൾ, ഇതൊക്കെ വളരെ ആനന്ദം പകരുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഈ ക്രിസ്മസിൻ്റെ ആഘോഷത്തോട് ചേർന്ന് വന്ന അനേക കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് കേക്കും യേശുക്രിസ്തുവിൻ്റെ ജനനവുമായിട്ട് എന്താണ് ബന്ധം? അതൊരു ആഘോഷത്തിൻ്റെ ഭാഗമായി, വീട്ടിലെ വിരുന്നിൻ്റെ ഭാഗമായി, സമ്മാനം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഒക്കെ വന്ന് കൂടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ക്രിസ്മസ് ട്രീ തന്നെ ഇത് വളരെ മനോഹരമായ ഒരു കാഴ്ച നൽകുന്നു. ഈ പ്രത്യാശ നൽകുന്ന ഒരു സന്ദേശമാണ് ഈ ക്രിസ്മസ് നൽകുന്നത്. അതാണ് ഈ ദീപക്കാഴ്ചകളും നമുക്ക് എപ്പോഴും ഈ പ്രകാശം, മനസ്സിനെപ്പോഴും ഒരു ആനന്ദം ഒരു പകരുന്ന കാര്യമാണ്. മനസ്സിലെ ഇരുട്ടിനെ തന്നെ മാറ്റാൻ കഴിവുള്ള പ്രകാശം. യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അന്ധകാരത്തിലിരുന്ന ജനം ഒരു വലിയ പ്രകാശം കണ്ടു. ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഈ ചേർന്ന് പോകുന്ന ഈ ക്രിസ്മസ് ട്രീ, അതുപോലെ തന്നെ അതിൻ്റെ ഇലൂമിനേഷൻ, നക്ഷത്രം, ഇതെല്ലാം നക്ഷത്രം ആ ദിവ്യ നക്ഷത്രത്തെ കാണിക്കുന്ന ഒരു സൂചകമായിട്ടാണ്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായി വന്ന് കൂടുന്ന കാര്യങ്ങളാണെങ്കിലും അർത്ഥവത്തായി ചേർത്ത് വയ്ക്കാവുന്ന സങ്കേതങ്ങൾ തന്നെയാണ്. പിന്നെ ക്രിസ്മസ് ആഘോഷം വരുമ്പോൾ വേറെ നമുക്ക് എപ്പോഴും മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന വേറെ കാര്യങ്ങളാണ് സാന്താക്ലോസ്. ഈ സാന്താക്ലോസിൻ്റെ ഗിഫ്റ്റുകൾ ഇന്ന് എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ തുറന്നു നോക്കുന്നതൊക്കെ ഒരു അവസരമായിരിക്കും.
ശരിക്കും സാന്താക്ലോസ് എന്ന് പറയുന്ന ഒരു സാങ്കല്പിക കഥാപാത്രമായിട്ടാണോ തിരുമേനിക്ക് തോന്നിയിട്ടുള്ളത്, അതോ തീർച്ചയായിട്ടും അങ്ങനെ ഒരാളുണ്ടോ? ഞാൻ മേൽ പറഞ്ഞതുമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പോൾ പ്രതീക്ഷിക്കാൻ അതെ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ സാന്താക്ലോസ് വരുമ്പോൾ കുട്ടികൾക്ക് ഒരു സന്തോഷമാണ്, അവർക്ക് മിഠായി കൊടുക്കുന്നു, അവരെ ഗിഫ്റ്റുകൾ കൊടുക്കുന്നു. ഇപ്പം തന്നെ നമുക്ക് അതൊരു ഈ ക്രിസ്മസ് കാരൽ സർവീസിനൊക്കെ ആണെങ്കിലും ഈ സാന്താക്ലോസ് വരുമ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു ആനന്ദം. ഇതൊരു ചരിത്രത്തിലെ ഒരാളിൻ്റെ ഒരു പ്രതിരൂപമായിട്ട് വരുന്നു എന്നതിനേക്കാൾ മേൽപ്പറഞ്ഞ കഥാപാത്രം, അതായത് ഈ എല്ലാവരെയും സന്ദർശിക്കാൻ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ വരുന്ന ആ ഒരു രൂപം, ഈ സെൻറ്റ് നിക്കോളാസ് എന്ന് പറയുന്നവരുണ്ട്. ഇതിൽ സാങ്കല്പികമായോ യാഥാർത്ഥ്യമായോ ഉള്ള കാര്യത്തിൻ്റെ പൊരുൾ ഇതാണ്: വി ഹാവ് സംതിങ് ടു ഹോപ്പ് ഫോർ. നമുക്ക് പ്രതീക്ഷിക്കുവാൻ ഇനിയും ഉണ്ട്. അപ്പോൾ നമ്മളെ വരുന്നു, കാണുന്നു, നമുക്ക് സമ്മാനങ്ങൾ തരുന്നു. ഇത് ഈ പറഞ്ഞതുപോലെ ക്രിസ്മസിൻ്റെ പൊരുളുമായി ചേർന്ന് വന്നിട്ടുള്ള ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നു. അല്ലാതെ ഇതൊരു ചരിത്രത്തിലെ ഒരു സംഭവത്തിൻ്റെ തുടർച്ചയായി സാന്താക്ലോസ് വരുന്നു, പ്രത്യേകിച്ച് ആധുനിക സാന്താക്ലോസ്, അതുമായി പ്രത്യേക ബന്ധമുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. ജാതി മതഭേദമന്യേ എല്ലാവരും ഒത്തൊരുമയോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ക്രിസ്മസ്. അത് ശരിക്കും എല്ലാവരും ഒരേപോലെ ആഘോഷിക്കാൻ ഉള്ള ഒരു മനസ്സുണ്ടാവുന്നത് ആ ദിവ്യ തേജസ്സിൻ്റെ ഒരു സ്നേഹം തന്നെയാണോ? തിരുമേനിക്ക് എന്താ അതിനെക്കുറിച്ച് തോന്നുന്നത്? ഈ ക്രിസ്മസ് ആഘോഷത്തിന് അതിൻ്റെതായ തലങ്ങളുണ്ടല്ലോ. അതെ. അപ്പോൾ എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സഭയിൽ ഉൾച്ചേർന്ന് നടക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അനുയായികളെ സംബന്ധിച്ച് ദേവാലയത്തിലൊരു ശുശ്രൂഷയാണ്. അപ്പോൾ അത് ദൈവം മനുഷ്യനായി മനുഷ്യരുടെ ഇടയിൽ ജനിച്ചു, ഇമ്മാനുവേൽ എന്ന് വെച്ചാൽ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥം. അപ്പോൾ ഈ ഇമ്മാനുവേലായിട്ട് ജനിച്ച ദൈവപുത്രൻ്റെ ജനനത്തിന് പ്രാർത്ഥന, അതിൻ്റെ വിശുദ്ധ കുർബാന, പ്രത്യേകമായ ചടങ്ങുകൾ ഒക്കെ ദേവാലയത്തിലുണ്ട്. അത് ഒരു തലം. ഇനി മറ്റ് തലങ്ങൾ, അതാണ് നമ്മളെല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്നു എന്ന് പറയുന്നത്. അതിൽ വളരെ സന്തോഷകരമായ ഒരു കാര്യം, ഇതിപ്പോൾ ഒരു വിഭാഗം ആളുകളുടെ, ക്രിസ്ത്യാനികളുടെ മാത്രം ഒരു ആഘോഷമല്ല. തീർച്ചയായിട്ടും അല്ല. ഇവിടെ എല്ലാവരും ചേർന്ന് ഈ ഒരു പൊതു ആഘോഷം അതിൻ്റെതായ ആ തലങ്ങളിൽ നമ്മുടെ എല്ലാവരും വീടുകളിൽ ഒരുമിച്ച് കൂടുന്നു, അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നു. ഇനി പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുന്നു, അയൽപക്കങ്ങൾ തമ്മിൽ കുറച്ചുകൂടി ഹൃദ്യമായ ഒരു ബന്ധം ഉണ്ടാകുന്നു. ഒന്നാമത് അവധിക്കാലം, ഒരു അവധി എന്നതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ചുകൂടി ഒരു ഫെസ്റ്റീവ് മൂഡ് വരികയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പൊതു സമൂഹത്തിൻ്റെ ആ ബന്ധത്തെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ നന്മയുടെ അംശം മനസ്സിലാക്കാൻ സാധിക്കുന്ന വിഷയങ്ങളാണ്. ഈ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മതസമൂഹം ഇവിടെയുണ്ട്. അവരെ ആദരിച്ചുകൊണ്ട് തന്നെ മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇത് ആഘോഷിക്കുമ്പോൾ ഒരു പരസ്പര പൂരകങ്ങളായിട്ടുള്ള ഒരു 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 അനുഭവമുണ്ട്. അത് കേരളത്തിന് വളരെ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഉദാഹരണത്തിന് ഇപ്പോൾ ശബരിമലയിലേക്ക് അയ്യപ്പ ഭക്തർ പോകുന്ന കാലയളവാണ്. ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല ഒരയ്യപ്പ ഭക്തനെയും ആരെങ്കിലും അവഹേളിക്കുന്നതായിട്ടോ അവരെ തടസ്സപ്പെടുത്തുന്നതായിട്ടോ കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ നമ്മളുടെ ഈ മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നെങ്കിലും അയ്യപ്പ ഭക്തന്മാരെ ആരെങ്കിലും തടഞ്ഞു നിർത്തുകയോ അവഹേളിക്കുകയോ ചെയ്തതായിട്ടങ്ങ് പറയപ്പെടുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് വെറുതെ ഒരു സോഷ്യൽ റിയാലിറ്റിക്ക് അപ്പുറത്ത്, ഒരു സാമൂഹികമായ ഒരു ആഘോഷത്തിനപ്പുറത്ത് ഈശ്വര സാന്നിധ്യത്തെ അംഗീകരിക്കുന്ന ഒരു മനസ്സ് ഇവിടെയുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കുവാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ കാണുന്ന സമീപനങ്ങളെല്ലാം. അതിൻ്റെ നന്മ, അതിൻ്റെ വലിയ അർത്ഥം നമ്മുടെ പിതാമഹന്മാർ നമ്മുടെ ഈ മണ്ണ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതായത് പൂജനീയമായതൊന്നും നിരാകരിക്കരുത് എന്ന് ഈ ഋഷിവര്യന്മാർ പഠിപ്പിച്ചിട്ടുള്ള ഒരു മണ്ണാണല്ലോ നമ്മുടേത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ആഘോഷങ്ങൾക്കൊക്കെ എല്ലാവരും ചേർന്ന് പങ്കെടുക്കുക. അപ്പോൾ ഇതിൽ ഒരു വിഭാഗീയതയ്ക്ക് അപ്പുറത്ത് മനസ്സുകളൊക്കെ സന്തോഷത്തോടെ ചേർന്ന് ഹാപ്പി ക്രിസ്മസ് എന്ന് പറയാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ സന്തോഷം നിങ്ങളോടും കൂടെ ഉണ്ട്
എന്ന് പങ്കുവയ്ക്കാൻ ഒക്കെ കഴിയുന്ന ഒരു അനുഭവം. ഇത് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ബന്ധത്തെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. ഇത് അങ്ങനെ തന്നെ ശക്തമായി മുൻപോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കൂടുതൽ ആളുകൾ നമ്മളുടെ ഇങ്ങനെയുള്ള എല്ലാ സമൂഹങ്ങളുടെയും പൊതു ആഘോഷങ്ങളിൽ നമുക്ക് ചേരാവുന്ന തലങ്ങളിൽ നമുക്ക് ചേരുവാൻ കഴിയണം. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉച്ചഭക്ഷണം ഒരിക്കലും മറക്കാൻ പറ്റില്ല. എല്ലാവരും വിഭവസമൃദ്ധമായ സദ്യകളൊക്കെ ഉണ്ടാക്കി റെഡി ആയിരിക്കും. അപ്പോൾ തിരുമേനിയുടെ ഈ ക്രിസ്മസ് ദിനത്തിലെ സ്പെഷ്യൽ എന്തൊക്കെയാണ്, വിഭവങ്ങൾ എന്തൊക്കെയാണ്? ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഊണുമേശയിൽ ചെല്ലുമ്പോഴേ എനിക്കറിയാൻ പറ്റത്തുള്ളൂ. എങ്കിലും എല്ലാവരും അവരവരുടെ വീടുകളിൽ ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണ്. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ദിവസമാണെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ എല്ലാവരും ചേർന്ന് അവരവരുടെ വീടുകളിൽ നല്ല ഭക്ഷണം കഴിക്കുന്നു. എല്ലാവരും അതിൽ സന്തോഷത്തോടു കൂടി. എൻ്റെ മാതാവും പിതാവും ഒക്കെ ഉള്ളപ്പോൾ ഞാൻ പതിവായി അവരുടെ അടുക്കൽ പോയി ഒന്നിച്ച് ഭക്ഷണം കഴിക്കും ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഭവനത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ പോയി ഒരുമിച്ച് അവരുടെ ഭക്ഷണം കഴിക്കും. അപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ അതിൻ്റെ വിഭവങ്ങളെക്കാൾ ഒരുമിച്ച് വളരെ ഒരു സന്തോഷമാണ്. അതായത് കുടുംബനാഥനും കുടുംബനാഥയും മക്കളും ബന്ധുക്കളും ഒക്കെ ഒരുമിച്ചൊക്കെ ഇരുന്ന് കഴിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മളുടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കുടുംബമാണെങ്കിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സന്ദർഭങ്ങൾ കൂടണം. വീട്ടിലിരുന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്വാദ് നമുക്ക് ഹോട്ടലിലെ മേശയിൽ നിന്ന് ലഭിക്കുകയില്ല. കുടുംബ അന്തരീക്ഷത്തിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു സ്വാദും പ്രത്യേകതയും അതിൻ്റെ വശ്യതയും സ്വാധീനവും വളരെ വലുതാണ്. ഇന്ന് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷ. എൻ്റെയും അനുഭവം മറിച്ചാകരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അമൃത ടെലിവിഷൻ പ്രേക്ഷകർക്കായിട്ട് ഈ ക്രിസ്മസിന് തിരുമേനിക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? ക്രിസ്മസ് നൽകുന്ന ഒരു വലിയ ഉറപ്പ്, നിങ്ങൾ തനിച്ചല്ല, നിങ്ങൾ തനിയാണെന്ന് ധരിക്കരുത്. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദൈവം മാനിക്കുന്നത് മറ്റൊരു സൃഷ്ടിയെയുമല്ല, സൃഷ്ടവസ്തുക്കളെയുമല്ല, മനുഷ്യനെയാണ്. നമുക്കിന്നത് വളരെ ആവശ്യമാണെന്ന് തോന്നുന്നു. മനുഷ്യനെ മറക്കുന്ന ഒരു ലോകത്തിന് നിലനിൽപ്പുണ്ടോ? മനുഷ്യൻ്റെ മഹത്വത്തെ മാനിക്കാത്ത ഒരു സംസ്കാരത്തിന് നിലനിൽക്കുവാൻ കഴിയുമോ? ഈശ്വരൻ കഴിഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ളത് മനുഷ്യനാണ്. കാരണം അവൻ ഈശ്വരൻ്റെ അംശം പേറുന്നവനാണ്. ഈ ക്രിസ്മസ് ദിനം നമ്മെ വീണ്ടും ഈ സത്യം ഓർമ്മിപ്പിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യപൂർണമായ സന്തോഷപ്രദമായ ഒരു ക്രിസ്മസ് ഞാൻ ആശംസിക്കുന്നു. അമൃത TV-യുടെ സകല പ്രേക്ഷകർക്കും ഈ വലിയ തിരുനാളിൻ്റെ ഈശ്വര അനുഗ്രഹങ്ങൾ ഞാൻ സന്തോഷത്തോടെ നേരുന്നു. ദിവ്യനക്ഷത്രത്തിലേക്ക് വരികയും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇത്രയും നല്ല കാര്യങ്ങൾ നമ്മൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്ത തിരുമേനിക്ക് പ്രത്യേകം നന്ദി.